ഒരു ദിവസത്തെ നമ്മുടെ അധ്വാനവും പഠിത്തവും എല്ലാത്തിനും ശേഷം നമ്മൾ ഈശോടൊപ്പം വിശ്രമിക്കാൻ വേണ്ടി പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ നിങ്ങൾക്കൊരു വരുന്ന ഒരു കൂട്ടുകാരിയെ ഇന്ന് അച്ഛൻ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് നാളെ പകല് പുതിയൊരു ജോലിക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൂട്ടുവരാൻ ഈശോ തരുന്ന ഒരു കൂട്ടുകാരിയെ ഒന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് അധ്വാനിക്കുന്ന ഒരു കൂട്ടുകാരി. പെട്ടെന്ന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിശുദ്ധയുടെ പേര് മനസ്സിൽ വരുമോ? പരിശുദ്ധ അമ്മയുടെ മുഖം മനസ്സിലോട്ട് വരുമോ? ഇവരെ രണ്ടുപേരെ അല്ല കേട്ടോ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന വളരെ ഈശോയുടെ വലിയൊരു സ്നേഹം, ദൈവപിതാവിൻ്റെ വലിയൊരു സാന്നിധ്യം നമുക്ക് കിട്ടുന്ന ഒരു രൂപം, ഇല്ലെങ്കിൽ ഒരു വലിയ ഗിഫ്റ്റായിട്ട് നമ്മൾ കാണുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാമത് അധ്യായത്തിൽ. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പിടികിട്ടി കാണും. എപ്പോഴും എൻ്റെ കൂടെ, നിങ്ങളുടെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്, ചിലതൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, ദൈവഹിതം അനുസരിച്ചാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്, ഒക്കെ കൺഫ്യൂഷൻ വരുമ്പോൾ നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ കൂടെ അധ്വാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരിയാണ് വിസ്ഡം, ജ്ഞാനം. അത് നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായം എടുക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനം 9, വിസ്ഡം ചാപ്റ്റർ 9, അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വലിയ പ്രാർത്ഥനയാണ്. നിങ്ങളത് കാണാപ്പാടം പഠിക്കാമെങ്കിൽ നല്ലതായിരിക്കും. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. ഇങ്ങനെ സ്വർഗത്തോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ജ്ഞാനം തരണമേ എന്ന്. എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തീരുമാനിക്കാൻ, എല്ലാം നന്നായിട്ട് ചെയ്യാൻ എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് തരണം. ആരെ? ജ്ഞാനത്തെ അയച്ചു തരണം. അടുത്ത വാക്യം പ്രാർത്ഥന ശ്രദ്ധിച്ച്, അവൾ എന്നോടൊത്തു വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അവൾ എൻ്റെ കൂടെ വസിക്കട്ടെ, എൻ്റെ കൂടെ അധ്വാനിക്കട്ടെ. അങ്ങനെ ഒരു കൂട്ടുകാരിയൊക്കെ നമുക്കുണ്ടെങ്കിൽ വലിയ ഉപകാരമല്ലേ? അതായത് ഇപ്പം നമ്മൾ പഠിക്കുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു, എല്ലാം ഒന്നും അത്ര വലിയ പെർഫെക്ഷനിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഒരാൾ കൂടെ ഉണ്ടെങ്കിലോ, അതായത് നിങ്ങളെ കണ്ടറിഞ്ഞ്, നിങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെക്കാട്ടും കൂടുതൽ ദൈവഹിതം ഇവിടെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടുകാരി നിങ്ങൾക്കുണ്ടല്ലോ, ആ കൂട്ടുകാരനാണ്, ആ ഫ്രണ്ട്, ആ കൂട്ടുകാരിയാണ് ആര്? വിസ്ഡം, ജ്ഞാനം. അങ്ങ് സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ എനിക്ക് അയച്ചു തരണമേ. അവൾ എൻ്റെ കൂടെ വസിക്കുകയും എന്നോടൊത്ത് അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ, അങ്ങയുടെ ഹിതം ഞാൻ പ്രവർത്തിക്കട്ടെ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ പ്രാർത്ഥന ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം കേട്ടോ. ജ്ഞാനം 9-ന്റെ 10-ാമത്തെ വാക്യാണത്. അങ്ങ് സ്വർഗത്തിൽ നിന്ന് അയച്ചു തരണം, അവൾ എൻ്റെ കൂടെ വസിക്കട്ടെ, എൻ്റെ കൂടെ അധ്വാനിക്കട്ടെ. നാളെ ജോലിക്കോ പഠനത്തിനോ ശുശ്രൂഷയ്ക്കോ, നാളെ എന്ത് കാര്യത്തിനും പോകുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ് പാടെ, ഇപ്പം രാത്രിയിൽ നമ്മൾ ഈ ടോക്ക് തരുന്നത്, പക്ഷേ രാവിലെ എഴുന്നേറ്റ് പാടെ ഈ വചനം കൂടി ഒന്ന് വായിച്ചു. ഈശോയെ, എനിക്ക് ഇന്ന് ഇത്രയും കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ അങ്ങനെ ഇഷ്ടപ്രകാരമാണോ അറിയില്ല. എനിക്കൊരു കൂട്ടുകാരനുണ്ട്. ആര്? ഇതാ ജ്ഞാനം, വിസ്ഡം. ഈ കൂട്ടുകാരി എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഈ വിസ്ഡം എപ്പോഴും ഒരു ഫെമിനിൻ ജെൻഡർ, ഒരു സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഫെമിനിൻ ജെൻഡറിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കൂട്ടുകാരി എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ കൂട്ടുകാരനായിട്ടൊക്കെ ഈ 9-ാമത്തെ അധ്യായം മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കണം, സമയം കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കട്ടെ, കർത്താവെ, അങ്ങ് ജ്ഞാനം തന്നില്ലെങ്കിൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ തന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും, അങ്ങയുടെ ഇഷ്ടം ആരറിയും? പ്രിയപ്പെട്ട സ്വരങ്ങൾ, നമ്മുടെ ജീവിതം എപ്പോഴും അനുഗ്രഹമാകുന്ന എപ്പോഴാണ്? ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ്, അല്ലേ? നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു നോക്കി, ഒരു മനസമാധാനമായിരിക്കും നമുക്ക്. കർത്താവെ, എൻ്റെ ഇഷ്ടമൊന്നും നടന്നില്ല, പക്ഷെ അങ്ങയുടെ ഇഷ്ടം നടന്നല്ലോ, പവർ. ആ ഒരു സന്തോഷത്തിൽ നമുക്ക് പോകാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ സഹായമാണ് ജ്ഞാനത്തിൻ്റെ ദിവസം 9-ാമത്തെ അധ്യായം മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കണം. 9-ന്റെ 10 എന്തായാലും ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം കേട്ടോ. ഈശോയെ, ഇന്ന് ഈ വചനം കേട്ട അങ്ങയുടെ മക്കളിലേക്ക് അങ്ങയുടെ വലിയ ദാനമായ ജ്ഞാനത്തെ പകർന്നു കൊടുക്കണമേ. ഈ ജ്ഞാനം ഇവരിൽ പ്രവർത്തിച്ച് അവരോട് ഒത്തു വസിച്ച് അവരുടെ കൂടെ അധ്വാനിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.